friends, welcome back to my channel. നമ്മൾ പ്ലാവിലെ ആദ്യത്തെ ചക്ക. അപ്പോൾ നമ്മളെ ചാനലിലെ ആദ്യത്തെ ചക്ക വിഭവം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചക്ക ചിപ്സ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഇതാ കണ്ടല്ലോ, ഒരു ചെറിയ ചക്കയുടെ ഫുൾ ആയിട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തിട്ട് ചിപ്സിന്റെ ആ ഒരു ആകൃതിയിൽ നല്ല നീളത്തിൽ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാം. അങ്ങനെ നമ്മൾ ചക്കയെല്ലാം നല്ല നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചിപ്സ് ഉണ്ടാക്കാനായിട്ട് ഇത് കുറച്ചൊരു പാടനുള്ള അരിഞ്ഞെടുക്കാനുള്ള, ബാക്കിയൊക്കെ കഴിഞ്ഞാൽ ഈസിയാണ്. ഇനി ഞാൻ കുറച്ചൊരു വെള്ളത്തിൽ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കലക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ ചക്ക നീളത്തിൽ അരിഞ്ഞത് ഇതിലിട്ടിട്ട് മുക്കി എണ്ണയിൽ പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് ചക്ക പൊരിച്ച് തുടങ്ങാം. അതിനായിട്ട് ഞാൻ ഒരു ഉരുളി എടുത്തിട്ടുണ്ട്, അതിൽ അത്യാവശ്യം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വെള്ളത്തിൽ മുക്കിയെടുത്ത ചക്ക നമ്മൾക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യത്തെ ഒരു 5 മിനിറ്റ് ഇങ്ങനെ ഒന്ന് നന്നായിട്ട് പതഞ്ഞു വരും, പിന്നെ അത് താഴ്ന്നു പോയിക്കോളും. എന്നിട്ട് നമ്മൾ കയ്യിൽ വെച്ചിട്ട് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് കൊടുത്താൽ മതി. എല്ലാ ഭാഗവും ഒന്നും കുക്കായി കിട്ടണം. അങ്ങനെ കുറച്ച് ഒരു ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ഫുള്ളായിട്ട് ഗോൾഡൻ കളറായിട്ട് വരുമ്പോൾ നമുക്കിതൊന്ന് വറുത്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെക്കാം. ബാക്കിയുള്ളതും നമുക്ക് ഇതുപോലെ തന്നെ പൊരിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ചിപ്സ് ഒക്കെ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് കുട്ടികൾക്ക് ഈവനിങ് സ്നാക്സ് ആയിട്ട് കൊടുക്കാം. ചക്ക ചിപ്സ് എന്ന് പറയുമ്പം അത്യാവശ്യം നല്ല ടേസ്റ്റി ആയിട്ട് നമ്മൾക്ക് എപ്പോഴും ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ്. നമ്മൾ രണ്ടാമത്തെ ട്രിപ്പും ഇവിടെ നന്നായിട്ട് റെഡി ആയി വരുന്നുണ്ട്. അപ്പോൾ ഈ ചക്ക പൊരിക്കുമ്പം അതിൻ്റെ ഒരു പാകം അറിയേണ്ടതുണ്ട്, അല്ലെങ്കിൽ നമ്മൾ അത് ഇട്ടാൽ ഫ്ലോപ്പായി പോവും. കൂടുതൽ പഴുത്ത ചക്ക എടുക്കാതിരിക്കുക. ഒരു മീഡിയം പാകമാകുമ്പോൾ തന്നെ നമുക്ക് ഇതേപോലെ ചക്ക ചിപ്സ് ഉണ്ടാക്കാനായിട്ട് എടുക്കാം. അപ്പോൾ ഇത് നമ്മൾക്ക് ഒരുപാട് കാലം സൂക്ഷിച്ചു വെക്കാനൊക്കെ പറ്റും. പക്ഷേ നമ്മളെ മക്കൾ ഇത് സൂക്ഷിച്ചു വെക്കാനായിട്ട് സമ്മതിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ നമ്മളെല്ലാ ചിപ്സും പൊരിച്ചു കഴിഞ്ഞു കേട്ടോ. അങ്ങനെ നമ്മളെ ക്രിസ്പി ആയിട്ടുള്ള ചക്ക ചിപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, കണ്ടല്ലോ. അപ്പോൾ ഉണ്ടാക്കിയതിൻ്റെ അളവ് ഫുള്ളായിട്ട് ഇതിലില്ല, കാരണം ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ ഓരോ പ്ലേറ്റ് കാലി ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്കിത് ടിന്നിലേക്ക് എടുത്ത് വെക്കേണ്ട ആവശ്യം വരുമെന്ന് തോന്നുന്നില്ല. കണ്ടല്ലോ, നല്ല ക്രിസ്പിയാണിത്. അപ്പോൾ ഈ രീതിയിൽ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ചിപ്സൊക്കെ ഉണ്ടാക്കി നോക്കുക. അങ്ങനെ ഉണ്ടാക്കി നോക്കുമ്പോൾ എന്നെ ഫീഡ്ബാക്ക് അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ ബൈ.